ഹായ്, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കൺസൈൻമെന്റിന്റെ ഇമ്പോർട്ടന്റ് ടേംസുകളാണ്. ഇത് 1 മാർക്കിനോ 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ടേംസ് എന്ത് ചെയ്യണം, നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. കൺസൈൻമെന്റ് ഇമ്പോർട്ടന്റ് ടേംസ് പറയുമ്പോൾ പ്രധാനമായിട്ടും 8 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് പ്രോഫോമ ഇൻവോയ്സും, രണ്ടെന്ന് പറയുന്നത് അക്കൗണ്ട് സെയിൽസ്, മൂന്നെന്ന് പറയുന്നത് റെക്കറിംഗ് ആൻഡ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ്, 4 എന്ന് പറയുന്നത് അഡ്വാൻസ്, 5 കമ്മീഷൻ, 6 കൺസൈൻമെന്റ് അക്കൗണ്ട്, 7 ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റും, 8 ലോസ് ഓഫ് ഗുഡ്സും. അപ്പൊ നമുക്ക് ഇത് ഓരോന്നോരോന്ന് എന്താണ് പഠിക്കാം. അത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പ്രോഫോമ ഇൻവോയ്സ് ആണ്. പ്രോഫോമ ഇൻവോയ്സ് ആണ്. എന്താണ് ഈ പ്രോഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്? When the consignor sends the goods to the consigning. When the consignor sends the goods to the consigning. ഒരു കൺസൈനർ സാധനങ്ങള് കൺസൈനറുടെ കയ്യിലേക്ക് അയക്കുമ്പോൾ, ഒരു കൺസൈനർ സാധനങ്ങള് കൺസൈനിയുടെ കയ്യിലേക്ക് അയക്കുമ്പോൾ, the consigner makes out a statement showing the particular of goods such as the quality, quantity, price, markings, packing, etc. The consigner makes out a statement showing the particulars of goods such as the quality, quantity, price, markings, packings, etc. ഒരു കൺസൈനർ സാധനങ്ങൾ കൺസൈനറുടെ കയ്യിലേക്ക് അയക്കുമ്പോൾ സാധനങ്ങളുടെ ക്വാളിറ്റി, അതിന്റെ ഗുണത, അതിന്റെ ക്വാണ്ടിറ്റി അളവ്, അതിന്റെ പ്രൈസ് വില, അതിന്റെ മാർക്കിങ്സ് അടയാളപ്പെടുത്തലുകൾ, അതിന്റെ പാക്കിങ് തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോ പ്രോഫോമ ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ ഒരു കൺസൈനർ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ആർക്ക് കൈമാറണം? കൺസൈനിയുടെ കയ്യിലേക്ക് കൈമാറണം. ആ സ്റ്റേറ്റ്മെന്റ് കൈമാറുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെ കാണിക്കണം? സാധനങ്ങളുടെ ക്വാളിറ്റി കാണിക്കണം, ക്വാണ്ടിറ്റി കാണിക്കണം, പ്രൈസ് കാണിക്കണം, മാർക്കിങ്സ് കാണിക്കണം, പാക്കിങ്സും കാണിക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് വിളിക്കുന്ന പേരാണ് പ്രോഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു കൺസൈനർ ഒരു കൺസൈനിക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് വിളിക്കുന്ന പേരാണ് പ്രോഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് അത് എന്തൊക്കെ ഇൻഫർമേഷൻ കാണിക്കണം? സാധനങ്ങളുടെ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ പ്രൈസ്, അതിന്റെ മാർക്കിങ്സ്, അതിന്റെ പാക്കിങ്, ഇത്രയും കാര്യങ്ങളാണ് കാണിക്കേണ്ടത്. ഓക്കെ. അപ്പൊ 1 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എഴുതിയാൽ മതി. അഥവാ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അടുത്ത സെന്റൻസും കൂടെ ചേർക്കണം. അത് നോക്കാം. ഈവൻ ദോൺ ഇറ്റ് ലുക്സ് ലൈക്ക് റെഗുലർ ഇൻവോയ്സ്. ഇത് ഒരു സാധാരണ ഇൻവോയ്സ് പോലെ തോന്നുമെങ്കിലും, ഒരു സാധാരണ ബില്ല് പോലെ തോന്നുമെങ്കിലും, it does not make the consignee responsible to pay the amount mentioned in it. It does not make the consignee responsible to pay the amount mentioned in it. ഇതിൽ പറഞ്ഞിരിക്കുന്ന എത്ര എമൗണ്ട് ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് യാതൊരു വിധത്തിലും കൺസൈനി റെസ്പോൺസിബിൾ അല്ല, ഉത്തരവാദിയല്ല. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ബില്ലാണ്. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്? ഇതിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എത്രയാണോ കൊടുക്കാൻ തീരുമാനിക്കുന്നത്, ആരാ കൊടുക്കുന്നത്? കൺസൈനിന്. അപ്പൊ ആ കൺസൈനി കൊടുക്കുന്ന എമൗണ്ട് യാതൊരു വിധത്തിലും എന്ത് വേണ്ട? റെസ്പോൺസിബിൾ കാണിക്കണ്ട, ഉത്തരവാദിയായിട്ട് കാണിക്കണ്ട. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് അക്കൗണ്ട് സെയിൽസ് ആണ്. അപ്പോ അക്കൗണ്ട് സെയിൽസ് പ്രിപ്പയർ ചെയ്യുന്ന ആരായിരിക്കും? കൺസൈനി ആണ്. അതാണ് കൺസൈൻ. അതെന്താ നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദി കൺസൈനീസ് ആൻഡ് സെൻഡ് ടു ദി കൺസൈനർ എൻകംപാസിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ദി കൺസൈനി, എക്സ്പെൻസസ്, കമ്മീഷൻ ആൻഡ് അഡ്വാൻസ് ഡിഡക്റ്റഡ് ഷോയിങ് നെറ്റ് ബാലൻസ് പേബിൾ ടു ദി കൺസൈനർ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദി കൺസൈനീസ്. കൺസൈനർ തയ്യാറാക്കി കൺസൈനർക്ക് അയക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്.
കൺസൈനി തയ്യാറാക്കി കൺസൈനർക്ക് അയക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ എൻകംപാസിംഗ് ദ ഡീറ്റെയിൽസ് ഗുഡ്സ് സോൾഡ് ബൈ ദി കൺസൈനി, എക്സ്പെൻസസ്, കമ്മീഷൻ ആൻഡ് അഡ്വാൻസ് ഡിഡക്റ്റഡ് ഷോയിങ് നെറ്റ് ബാലൻസ് പേബിൾ ടു ദി കൺസൈനർ. അതായത് കൺസൈനി സെയിൽ ചെയ്ത സാധനങ്ങളുടെ ഡീറ്റെയിൽസും എക്സ്പെൻസും കമ്മീഷൻ, ഡിസ്കൗണ്ട് ചെയ്ത അഡ്വാൻസ് എമൗണ്ട് എന്നിവ ഉൾപ്പെടുത്തി കൺസൈനർക്ക് നൽകാനുള്ള നെറ്റ് ബാലൻസ് പേബിൾ ഇതിൽ കാണിക്കുന്നു. എന്താണ് പേബിൾ മീൻസ്? കൊടുക്കാനുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ, കൺസൈനി സെയിൽ ചെയ്ത സാധനങ്ങളുടെ ഡീറ്റെയിൽസും ചെലവുകളും കമ്മീഷനും ഡിസ്കൗണ്ട് ചെയ്ത അഡ്വാൻസ് എമൗണ്ട് എന്നിവ ഉൾപ്പെടുത്തി കൺസൈനർക്ക് നൽകാനുള്ള നെറ്റ് ബാലൻസ് പേബിൾ ഇതിൽ കാണിക്കുന്നു എന്നതാണ്. അതുമാത്രമല്ല, ഇത് മേക്സ് ദി കൺസൈനി അക്കൗണ്ടബിൾ ടു ദ കൺസൈനർ. ഇത് മേക്സ് ദി കൺസൈനി അക്കൗണ്ടബിൾ ടു ദി കൺസൈനർ. ഇത് കൺസൈനിയെ കൺസൈനറോട് കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥനാകുന്നു. കൺസൈനിയെ കൺസൈനറോട് കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥനാകുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എത്ര മനസ്സിലായല്ലോ? അപ്പൊ പ്രോഫോമ ഇൻവോയ്സ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കൺസൈനർ ആണ് അല്ലെ. അക്കൗണ്ട് സെയിൽസോ കൺസൈനിയാണ്. അപ്പൊ ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ഓക്കെ. ഇനി അടുത്തത് പറയാൻ വന്നത് റെക്കറിംഗ് ആൻഡ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ്. റെക്കറിംഗ് ആൻഡ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ആവർത്തന സ്വഭാവമുള്ളതും അല്ലാത്തതുമായ ചെലവുകളെയാണ്. ആവർത്തന സ്വഭാവമുള്ളതും അല്ലാത്തതുമായ ചെലവുകളാണ്. നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. Both the consignor and the consignee have to incur some expenses for dispatching and selling goods. Both consignor and consignee have to incur some expenses for dispatching and selling goods. സാധനങ്ങൾ അയക്കുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി കൺസൈനർക്കും കൺസൈനിക്കും ചില എക്സ്പെൻസുകൾ വഹിക്കേണ്ടി വരുന്നു. സാധനങ്ങൾ അയക്കുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി കൺസൈനർക്കും കൺസൈനിക്കും ചില എക്സ്പെൻസുകൾ വഹിക്കേണ്ടി വരും. ആ എക്സ്പെൻസുകൾ പ്രധാനമായിട്ടും 2 ടൈപ്സ് ആണ്. എന്തൊക്കെയാണ്? നോൺ റെക്കറിംഗ് എക്സ്പെൻസസും റെക്കറിംഗ് എക്സ്പെൻസസും. ആവർത്തന സ്വഭാവമുള്ളതും അല്ലാത്തതുമായ ചിലവുകളെയാണ്. അപ്പൊ നമുക്ക് ആദ്യം നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചെലവുകൾ എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 1 ടൈം എക്സ്പെൻസ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. The expense incurred which is not repeated in nature for bringing the goods from the place of the consignor to the place of the consignee are called non-recurring expenses. These expenses are incurred only once on a particular assignment. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞു. The expense incurred which is not repeated in nature for bringing the goods from the place of the consignor to the place of the consignee are called non-recurring expenses. These expenses are incurred only once on a particular assignment. അതായത് കൺസൈനറുടെ സ്ഥലത്ത് നിന്ന് സാധനങ്ങള് കൺസൈനറുടെ സ്ഥലത്ത് എത്തിക്കുന്നതിനായി നോൺ റെക്കറിംഗ് അല്ലാത്തതും ഒരു തവണ വരുന്നതുമായ എക്സ്പെൻസുകളെയാണ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞ? കൺസൈനറുടെ സ്ഥലത്ത് നിന്ന് സാധനങ്ങള് കൺസൈനറുടെ സ്ഥലത്ത് എത്തിക്കുന്നതിനായി നോൺ റെക്കറിംഗ് അല്ലാത്തതും, അതായത് നോൺ റെപ്പിറ്റേറ്റീവ് അല്ലാത്തതും 1 ടൈം മാത്രം വരുന്നതുമായ എക്സ്പെൻസുകളെയാണ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് അറിയപ്പെടുന്നത്. അത്രയും മതി. ബാക്കി സെന്റൻസ് വേണ്ട. ഈ അസൈൻമെന്റ് കേട്ടോ, അത്ര എഴുതിയാൽ മതി. ഇനി നമുക്ക് നോൺ റെക്കറിംഗ് എക്സ്പെൻസിനകത്ത് വരുന്ന എന്താണ് എക്സാമ്പിൾ നോക്കാം. അത് കൺസൈനർക്ക് ആണെങ്കിലും കൺസൈനിക്കാണെങ്കിലും. നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനറിന്റെ ഫാദറിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? പാക്കിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഓർ ക്യാരേജ് ഉണ്ട്,
ഫോർവാർഡിംഗ് ഉണ്ട്, ഡോക്ക് ഡ്യൂസ് ഉണ്ട്, ഹാൻഡലിംഗ് ചാർജസ് ഉണ്ട്, ഫ്രൈറ്റ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. നേരെ മറ്റ് കൺസൈനിക്കാണെങ്കിലോ അൺലോഡിംഗ് ചാർജസ്, റെയിൽവേ ഡ്യൂസ്, ഡോക്ക് ഡ്യൂസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി ഓർ കസ്റ്റംസ് ഡ്യൂട്ടി, ഒക്ടോറായി, കാരേജ്, ടിക്കോഡോൺ ഓർ ഷോപ്പ്. എന്താണ് ഈ ഒക്ടോറായി എന്ന് പറഞ്ഞാൽ ഷിപ്പിൽ അടയ്ക്കുന്ന ടാക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ എന്താണ്? കൺസൈനയുടെ സ്ഥലത്തിൽ നിന്ന് സാധനങ്ങൾ കൺസൈനയുടെ സ്ഥലത്ത് എത്തിക്കുന്നതിനായി നോൺ റെക്കറിംഗ് അല്ലാത്തതും വൺ ടൈം മാത്രം വരുന്ന എക്സ്പെൻസുകളെയാണ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ രണ്ട് ബോക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞത് കൺസൈനറുടെ ഭാഗത്ത് വരുന്ന നോൺ റെക്കറിംഗ് എക്സ്പെൻസും കൺസൈനറുടെ ഭാഗത്ത് വരുന്ന നോൺ റെക്കറിംഗ് എക്സ്പെൻസും. അപ്പൊ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത പറയുന്നത് റെക്കറിംഗ് എക്സ്പെൻസസ്. എന്താണ് ഈ റെക്കറിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ? These expenses are incurred after it reaches the consignee godown. These expenses are incurred after it reaches the consignee godown. സാധനങ്ങൾ കൺസൈനിയുടെ ഗോഡൌണിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം വരുന്ന ചെലവുകളാണിവ. സാധനങ്ങള് കൺസൈനിയുടെ ഗോഡൌണിൽ, ഏജന്റിന്റെ ഗോഡൌണിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം വരുന്ന ചെലവുകളാണിവ. These expenses are recurring in nature and occur regularly at fixed intervals. These expenses are recurring in nature and occur regularly at fixed intervals. ഈ ചെലവുകൾ റെക്കറിംഗ് സ്വഭാവമുള്ളതും നിശ്ചിത ഇടവേളകളിൽ പതിവായി സംഭവിക്കുന്നതുമാണ്. എന്താ പറയുന്നത്? ഈ ചെലവുകൾ റെക്കറിംഗ് എക്സ്പെൻസ് ചില ഇടവേളകളിൽ പതിവായിട്ട് സംഭവിക്കുന്നതുമാണ്. അതുമാത്രമല്ല, ദീസ് എക്സ്പെൻസസ് ഡു നോട്ട് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഗുഡ്സ്. ദീസ് എക്സ്പെൻസസ് ഡു നോട്ട് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഗുഡ്സ്. ഈ ചിലവുകൾ സാധനങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കുന്നില്ല. ഈ എക്സ്പെൻസുകൾ സാധനങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കുന്നില്ല. മറ്റേതെന്തായിരിക്കും? നോൺ റെക്കറിംഗിലാണെങ്കിൽ സാധനയുടെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിൽ തന്നെ കൺസൈനയുടെ റെക്കറിംഗ് എക്സ്പെൻസ് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബാങ്ക് ചാർജസും എക്സ്പെൻസസ് ഓൺ ഡാമേജ്ഡ് ഗുഡ്സുകളും. ഡാമേജ് ആയിട്ടുള്ള ഏതെങ്കിലും ഗുഡ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ വരുന്ന എക്സ്പെൻസുകളും പിന്നെ അതുപോലെ ബാങ്ക് ചാർജസും. ഇനി കൺസൈൻഡ് വരുന്ന റെക്കറിംഗ് എക്സ്പെൻസ് എന്തൊക്കെയാണ്? ഗോഡൌൺ റെന്റ് ആൻഡ് സ്റ്റോറേജ് ചാർജസും, ഇൻഷുറൻസ് ചാർജസും, ബ്രോക്കറേജ്, അഡ്വർടൈസ്മെന്റ്, സാലറി ടു സെയിൽസ്മാൻ, എക്സ്പെൻസസ് ഓൺ ഗുഡ്സ് റിട്ടേൺഡ്, എക്സ്പെൻസസ് ഓൺ ഗുഡ്സ് ഡാമേജ്ഡ്, കമ്മീഷൻ ഓൺ സെയിൽസ്, എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൺസൈനിക്ക് വരുന്ന റെക്കറിംഗ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ്.